പ്രഡിക്ഷൻ മക്കളെ, നാളെ നടക്കുന്ന ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമ്മൾ ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് എവിടെ സെർച്ച് ചെയ്യാം? ലൈവിൽ ഇന്ന് 7:15 നമ്മളെ ലൈവ്. 7:15 ലൈവ് എന്ത് ചെയ്യാം? എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട്, കാരണം അത് മറന്നുപോയാൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് മിസ്സാവും. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആൻസർ കിട്ടില്ല. അപ്പൊ നമുക്ക് വേഗം തുടങ്ങാം മക്കളെ. നമ്മുടെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ സാറെ 17 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 17 മാർക്കിന്റെ 40-17 വലിയ മാർക്കാണ്. അതിന് വരെ മക്കളെ ആദ്യം ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഓർഡർ, പ്രകാശിക സാന്ദ്രതയുടെ ഓർഡർ, പിന്നെ അതിൽ എവിടെയാണ് സ്പീഡ് കൂടുതൽ, എവിടെയാണ് സ്പീഡ് കുറവ്, സിമ്പിൾ മീഡിയംസ് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. അതുപോലെ കോസ് ഓഫ് റിഫ്രാക്ഷൻ, പ്രകാശത്തിന്റെ അപവർത്തനത്തിന്റെ കാരണം ചോദിക്കാറുണ്ട്. 2 മാർക്കിനൊന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ വരക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ടുവേർഡ്സ്, എവേ, അതുപോലെ നോർമൽ, അടുക്കുന്നു, അകലുന്നു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് കഴിഞ്ഞാൽ ഗ്ലാസിന്റെ റിഫ്രാക്ഷൻ ത്രൂ ഗ്ലാസ്, ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, മക്കളൊന്ന് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ ഇതിന്റെ ഈ ഗ്ലാസിന്റെ ഒരു ഭാഗം മാത്രം തരും, എന്നിട്ട് എങ്ങനെയൊക്കെ ചോദിക്കും. രാത്രി ഒന്നും സീനില്ല. ഇത് എന്താ പറയുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അങ്ങനെ ചോദ്യം ഇല്ല. ഉണ്ടെങ്കിൽ ആ ചോദ്യ പേപ്പർ ഉച്ചയ്ക്ക് ശേഷം എന്ന ചോദ്യ പേപ്പറിൽ എന്തുണ്ട്? ഇതാ ഈ ചോദ്യം ഉണ്ട്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇതിലുണ്ട്. അതുപോലെ തന്നെ റീസൺ ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, എങ്ങനെ ക്വസ്റ്റ്യൻ വരാം? എല്ലാത്തിനും ആൻസർ എന്താ? ഒരു മാർക്കിനാണ് വരിക. അതായത് 4 ക്വസ്റ്റ്യൻ വരും, ഓരോന്ന് ഇങ്ങനെ വരും. 2 മാർക്ക് കൊടുക്കുക, അര മാർക്ക് അങ്ങനെ. ഓക്കെ, നോക്കടാ. ഒന്ന് ഗ്ലാസ് ലാബിന്റെ മുകളിൽ, ഒരു ബുക്കിന്റെ മുകളിൽ ഗ്ലാസ് ലാബ് വെക്കുന്നു, അപ്പൊ ലെറ്റർ ഒക്കെ പൊങ്ങി നിൽക്കുന്നു, സൂമായി ഇങ്ങനെ. അതുപോലെ തന്നെ ഒരു കുളത്തിന്റെ ആഴം കുറഞ്ഞ പോലെ, ബോട്ടം എലിവേറ്റ് ചെയ്ത പോലെ ഇനി നക്ഷത്രം തിളങ്ങുന്ന പോലെ തോന്നുന്നു പറഞ്ഞാൽ അത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്, അന്തരീക്ഷ ഭൂമിയിലല്ലല്ലോ മൂപ്പരല്ലേ. അതായത് ക്രിട്ടിക്കൽ ആംഗിൾ. അതുപോലെ തന്നെ ഇതില്ലാത്തൊരു ചോദ്യ പേപ്പർ ഇതുപോലെ എക്സാമിന് ഉണ്ടാവില്ല. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. 2 സാധനങ്ങളുടെ ക്രിട്ടിക്കൽ കോണാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ? ആരൊക്കെയാ? 42 ഡിഗ്രിയും 48.6 ഡിഗ്രിയും. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അത് നമ്മൾ ചെയ്യൂട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ് മക്കൾ. മറക്കാതെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ചെയ്യണേ കാണണം. അതുപോലെ തന്നെ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ 2 ഇമ്പോർട്ടന്റ് 2 കണ്ടീഷൻസ് ആണുള്ളത്. നമുക്കറിയാം കണ്ടീഷൻ. അതുപോലെ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇത് തെറ്റാണെന്നുള്ളതും ഇത് എന്തിന്റെ ക്വസ്റ്റ്യനാ സാറേ? അതായത് എങ്ങോട്ടാണ് അതിന്റെ ഡീവിയേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ടാവും, ചിലപ്പോ ക്രിട്ടിക്കൽ ആംഗിളേക്കാൾ കൂടുതൽ ആംഗിൾ ഉണ്ടാവും. ഇത് ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡെൻസറിന് റെയറിലേക്കാണോ നോക്കണം. അങ്ങനത്തെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനത്തിന്റെ ഉപയോഗങ്ങൾ വെരി വെരി ഇമ്പോർട്ടന്റ്. ലാസ്റ്റത്തെ ടോപ്പിക്കാണ് ടെക്സ്റ്റിലെ, പക്ഷേ വെരി ഇമ്പോർട്ടന്റ് ആണ്. 17 മാർക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെയാണ് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. സെക്കൻഡ് ചാപ്റ്ററിലെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ പേര് ഇക്വേഷൻ മോഷൻ ആണെങ്കിലും അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ലാസ്റ്റ് ആണുള്ളത്. നോക്കാം, പക്ഷെ നമുക്ക് എത്ര മാർക്കാണുള്ളത് പറഞ്ഞു. എത്ര മാർക്കിനാണ്? 32. നിങ്ങൾ നെറ്റരുത് കേട്ടോ, നെറ്റരുത്. 32 മാർക്കിന്റെ ചോദ്യങ്ങളാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ എത്രയാണ്? മറ്റേ നേരത്തെ പറഞ്ഞ എത്ര? 17. ശ്രദ്ധിച്ചോ, 54 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. നിങ്ങളതിൽ 40 മാർക്കിന് ഉത്തരം എഴുതിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ. അപ്പൊ 32 മാർക്കിന്റെ ഇമ്പോർട്ടൻസ് സാറ് പറയും. ഫസ്റ്റ് സ്കേലർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കേ, ദ എസ്ടിഡി മെത്തേഡ്, ഡിവ വെയിറ്റ് ലൈവില് മാത്രം. ദി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്, എന്താ ആക്സലറേഷൻ കണ്ടെത്താൻ ഡയറക്റ്റ് ഇക്വേഷൻ. ഓക്കേ, ഷുവർ ക്വസ്റ്റ്യൻ. ആക്സലറേഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇല്ല, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ആക്സലറേഷൻ കേട്ടോ, മൂന്നും പഠിച്ചു ഞാൻ അടുത്ത ടൈപ്പ് ആക്സലറേഷൻ കണ്ടെത്താൻ. അതേപോലെ ആക്സലറേഷൻ തരും, എന്നിട്ട് അത് കഴിഞ്ഞിട്ടായിരുന്നു ഒരു ചോദ്യം കൂടി. ആ ചോദ്യം ഇതാണ്, കുറച്ച് മൂവ് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും, റെസ്റ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും. എന്നിട്ട് ആക്സലറേഷന്റെ ഉത്തരം ഉണ്ടല്ലോ, നെഗറ്റീവ് കിട്ടും.
എന്നിട്ട് ചോദിക്കും വാട്ട് ഈസ് റിട്ടാർഡേഷൻ, ഇവിടുത്തെ റിട്ടാർഡേഷൻ എത്രയാണ്. ആക്സിലറേഷന്റെ ഉത്തരവും റിട്ടാർഡേഷന്റെ ഉത്തരവും സെയിം ആയിരിക്കും. ഓക്കെ യെസ്, നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. യെസ്, ഇനി ഇതാ വാട്ട് ഈസ് റിട്ടാർഡേഷൻ, അതേപോലത്തെ റിട്ടാർഡേഷൻ 8ാമത്തെ സെക്കൻഡിൽ റിട്ടാർഡേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. സിമ്പിൾ ആണ് കേട്ടോ, ഇതൊക്കെ ചെയ്യൽ സിമ്പിൾ ആണ്. ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻസ് എങ്ങനെ കൊടുക്കും. ഇത് എന്താ സംഭവം, ഇതെന്തായാലും എക്സാമിന് ഉണ്ടാവും. ഓക്കെ, ഇത് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇയാളെ കാണാൻ പറ്റും. അറിയാലോ, നിങ്ങൾക്ക് അറിയാം, റോട്ടിൽ കാണുന്ന സാധനം റോട്ടിൽ കാണുമ്പോൾ നിങ്ങൾ മറക്കൂല. ഓക്കെ, സോ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, 4 മാർക്കിന്റെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് തരാനുള്ള ഗ്രാഫ് പേപ്പർ പോലും എടുത്തുവെച്ചാണ്. അപ്പൊ ഗ്രാഫിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഗ്രാഫ് എന്നുള്ള പൊസിഷൻ ടൈം ഗ്രാഫ് ഓർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഒരു പ്രൊഡിക്ഷൻ നമുക്ക് നടത്താം. ലാസ്റ്റ് ചോദ്യം ഗ്രാഫ് എന്നായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിക്കുന്ന ഗ്രാഫിലൂടെ. ഇവിടെ നോക്കി, ഈ ഗ്രാഫിന്റെ സ്കെയിലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സ്കെയിലിംഗ് ചെയ്താൽ മറന്നു പോകരുത്. സോ ഈ ഗ്രാഫ് വെച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഗ്രാഫ് വെച്ചിട്ട് പൊസിഷൻ ടൈം ഗ്രാഫിന് കുറച്ച് സാധനങ്ങൾ നമുക്ക് അതേപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തുന്ന മെത്തേഡ്. ഓക്കെ, 2 രീതിയിൽ ഈ ഷേപ്പിൽ ഇതാ 0 ബിയിലേക്ക് ബിന്ന് സിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തുക. പരിപാടി ഭയങ്കര എളുപ്പമാണ്. ഇതൊക്കെ ഗ്രാഫ് നമുക്ക് കിട്ടും. ഓക്കെ, യെസ്. ആൻഡ് അടുത്ത് നോക്ക്, ഇവിടെ നോക്ക്, വാട്ട് വിൽ ബി വെലോസിറ്റി. വെലോസിറ്റി കണ്ടെത്തണം. വെലോസിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ. ഇക്വേഷൻ ഓഫ് മോഷൻ നിങ്ങൾ 3 ഇക്വേഷനും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതായത് പണ്ടൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടോ, റൈറ്റ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ. അത് 3 ഈ വർഷം നമുക്ക് അങ്ങനെ വലിയ പ്രതീക്ഷ ഒന്നുമില്ല, എന്നാലും ഓർത്ത് വെച്ചോ. അഥവാ ഒരു 3 മാർക്കിനൊക്കെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ പറഞ്ഞാൽ v = u + at s = ut + half a t square v square = u square + 2as ഒക്കെ എഴുതി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. അത് മതി, ധാരാളമാണ്. മാത്രമല്ല ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ചോദിക്കും. ഒക്കെ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. നമ്മൾ ഇന്ന് 7:15 എന്ത് ചെയ്യും, ഫുൾ സെറ്റ് ആക്കും. യെസ്, ഇനി ഇതാ ഇതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിൽ ഏറ്റവും വലിയ ഇക്വേഷൻ വാലും തലൊക്കെ ഉണ്ട് അല്ലേ, half a t square അല്ലേ, ut + half a t square. വലിയ ഇക്വേഷൻ അല്ലേ, പറയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. യെസ്, ദെൻ ദി വെലോസിറ്റി ഓഫ് എ ട്രെയിൻ. ഇവിടെ സാധനം ഉണ്ട്. എന്തൊരു പ്രശ്നം. യെസ്, അതിനെന്തോ ഒന്ന് കാട്ടാണ്ട് അല്ലെ, 5/18 ഒക്കെ വെച്ചിട്ട്. യെസ് യെസ്. ഇത് അടുത്ത ക്വസ്റ്റ്യൻ ഹൈറ്റ് കണ്ടെത്തണം. അല്ല സാർ, ഹൈറ്റ് കാണാനുള്ള നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ ഇക്വേഷൻ? എസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ. SC = ut + half a t square. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ലൈവിൽ നമ്മൾ നടത്തും. ഗ്രാഫ് തന്നു. ഗ്രാഫിന്റെ ഇതൊക്കെ 2 മാർക്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട്. ഈ ഗ്രാഫ് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഏത് വെലോസിറ്റി ആണ്? യൂണിഫോം വെലോസിറ്റി ഉണ്ടോ, യൂണിഫോം ആക്സിലറേഷൻ ഉണ്ടോ, റിട്ടാർഡേഷൻ ഉണ്ടോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഇനി കാർ A ആണോ കാർ B ആണോ, ഏതിനാ കൂടുതൽ ആക്സിലറേഷൻ, ത്വരണം ഏതിനാ കൂടുതൽ എന്നുള്ളതാ ഈസി ആയിട്ട് കണ്ടെത്താം. അതിന്റെ സ്ലോപ്പ് വെച്ചിട്ട് ഈസി ആയിട്ട് കണ്ടെത്താം. ഓക്കെ, ദെൻ ഇത് മക്കളെ. ഇത് പരീക്ഷ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഇതേ ഷേപ്പിൽ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഈ എന്താ പറയാ, ഇതേ സെയിം ചാപ്റ്റർ തുടങ്ങിയിട്ട് ഏകദേശം 5-6 വർഷമായി. ഓക്കെ, ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഈ വർഷം വന്നത്. അതിൽ 3 വർഷവും ഈ ക്വസ്റ്റ്യന് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക, വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ലൈവ് മറക്കട്ടോ ഇന്ന്. യെസ് സർ, അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് കാണാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ. ഇത് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തേണ്ടത്? ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് അല്ല. എന്തൊക്കെ ആക്സലറേഷൻ തന്നാണ്, u തന്നാണ്, v തന്നാണ്, ടൈം ഒന്നുമില്ല. ടൈം തന്നിട്ടില്ല. ഇക്വേഷൻ വെച്ചിട്ട്. യെസ്. ഓക്കെ, സെറ്റ്. അത് കഴിഞ്ഞാൽ അടുത്ത വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് 120 ആകുമ്പോൾ വെലോസിറ്റി കാണാനുള്ളത്. ഓക്കെ, ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ 5 മാർക്കിന്റെ ചാപ്റ്റർ ആണത്. ഓക്കെ, 5 മാർക്കിന്റെ ചാപ്റ്റർ. അപ്പൊ അതിൽ തന്നെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ്. ശ്രദ്ധയില്ലേ, ഒരു കുട്ടി ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു, ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു. ടോട്ടൽ ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? പിടിച്ചുവലി. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് 200, ഇങ്ങോട്ട് 150 ആണ്. ടോട്ടൽ ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ടാവുക? ഇങ്ങോട്ട് 200 അല്ലേ, അങ്ങോട്ട് 150 അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 50 എങ്ങനെ കിട്ടാന്നല്ല പറഞ്ഞുതരും. സെറ്റ് ആക്കി തരും. ന്യൂട്ടൺ ഫസ്റ്റ് ലോന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കി വെച്ചേക്കും. ന്യൂട്ടൺ ഉണ്ടെങ്കിൽ ന്യൂട്ടൺ വരും. അതിനെ വിളിക്കുന്ന വേറെ പേരാണ് ലോ ഓഫ് ഇനേർഷ്യ, ജഡത്വ നിയമം. ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, 1 വേർഡ് ഒക്കെ ആയിട്ട് ഇനേർഷ്യ എന്താണെന്നും. ഇനിയാണ് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇനേർഷ്യ, ജഡത്വം. ഓക്കെ, ഇത് 2 ടൈപ്പ് ഉണ്ട്, റെസ്റ്റിലും മോഷനിലും. ഇതിന്റെ എക്സാമ്പിൾസ്, ഇത് 100% ഉറപ്പുള്ള ചോദ്യമാണ് മക്കളെ, ഓർത്തു വെച്ചു. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞുതരാം. ബസ് ബ്രേക്ക് ഇടുമ്പോ
അങ്ങോട്ട് എക്സ്പീരിയൻസ് അതേപോലെ തിരിച്ചും ഏത് ഒരു പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണേ. ഈ 2 എക്സാമ്പിളും ഒന്ന് ഇനീഷ്യൽ മോഷനിലും ഒന്ന് റെസ്റ്റിലും കൊടുക്കാൻ പറ്റും. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ മക്കൾ റെഡി ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മുടെ 1, 2, 3 ചാപ്റ്ററിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും മക്കളെ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, ചെയ്തു തുടങ്ങാം, പ്രാക്ടീസ് ചെയ്യല്ലോ സാറ്. ഓക്കെ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോ അതിൽ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നലെ നമ്മൾ ഓരോ ചാപ്റ്ററിന് കണ്ടന്റ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻ കൃത്യമായിട്ട് ഇതേ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് 7:15 നമ്മുടെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യും. അപ്പോൾ മക്കളെ, നാളത്തെ ചോദ്യ പേപ്പറിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നിർത്തുന്നു. ഇറ്റ്സ് യുവർ മിഷാൻ സാർ ആൻഡ് ഇറ്റ്സ് മി സജീൽ സാർ. താങ്ക് യു.